വോട്ട് ചെയ്യുന്ന എന്റെ ബാല്യ സുഹൃത്ത് ശിവൻകുട്ടി, എന്റെ ബാല്യ സുഹൃത്ത് കുമ്മനം രാജേന്ദ്രൻ. സ്വന്തമായിട്ട് കിടപ്പാടമൊന്നുമില്ല, സ്വന്തമായിട്ട് നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോഴും പുതിയ തട്ടുവരെല്ലാം പിന്നെ അധികാരമോഹികളാണ്. അവർക്ക് കസേരയെ നോട്ടുള്ളൂ, ജനങ്ങളായിട്ട് യാതൊരു താല്പര്യമില്ല. ഒരു അപ്പൂപ്പൻ കുറെ നാള് വീട്ടിൽ കയറി ഇറങ്ങി നടന്നപ്പോൾ പാവപ്പെട്ടവനല്ലേ ഒന്ന് ജയിച്ചു പൊട്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആള് ഒരു പക്ക രാഹുൽ ഗാന്ധി ഫാനാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ആള് കോൺഗ്രസിന് മാത്രമേ വോട്ട് കൊടുക്കത്തുള്ളൂ. ഞങ്ങളെ കുടുംബത്തില് 360 വോട്ടുണ്ട്. 360 വോട്ടുണ്ട്, എല്ലാം താമരയാണ്. ഈ പ്രാവശ്യം അവിടെ ജയിച്ചു. ഇത്തവണത്തെ ഇലക്ഷനെ ചേച്ചി എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. 2026 ഇലക്ഷന്റെ ചൂടിലാണ് നമ്മുടെ കേരളം. തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നേമം. എല്ലാവർക്കും അറിയാം, 2016 ഒ രാജഗോപാൽ നമ്മുടെ BJP സ്ഥാനാർത്ഥി ആദ്യമായി BJPക്ക് കേരളത്തിൽ ഒരു സ്ഥാനം കിട്ടിയ മണ്ഡലം നമ്മുടെ നേമം മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJP ഉറ്റുനോക്കുന്ന ഇത്തവണ ഇലക്ഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഇവിടെ എന്ന് ഉറപ്പായിട്ടും നമ്മൾ അനുമാനിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അതേസമയം ശബരിനാഥ് എല്ലാവർക്കും അറിയാം, അവസാന നിമിഷമാണ് വന്നത്. അദ്ദേഹം അരുവിക്കര നിന്ന് ജയിച്ച ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ നമ്മൾ ഉറപ്പായും കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല, നമ്മുടെ LDF, നമ്മളെ കുട്ടികൾക്ക് അതീവ സ്നേഹത്തോടെ മന്ത്രി അപ്പൂപ്പ എന്ന് വിളിക്കുന്ന നമ്മുടെ ശിവൻകുട്ടി, അദ്ദേഹത്തിനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. കൂടുതൽ നമുക്ക് ആളുകളിലേക്ക് പോകാം. നമസ്കാരം ചേച്ചി, പേരെന്താ? ശ്രീജ. എവിടെ നിന്ന് വരുന്നു? നേമം തന്നെ. അപ്പം ചേച്ചിക്ക് അറിയാലോ, 2026 ഇലക്ഷന്റെ ചൂടിലാണ് നമ്മൾ എല്ലാവരും അല്ലേ? ഇത്തവണത്തെ ഇലക്ഷനെ ചേച്ചി എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഏത് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കും? അതിപ്പോ പറയത്തില്ല. അപ്പൊ സീക്രട്ട് ആയിട്ട് വെക്കാനാണ് ചേച്ചിക്ക് താല്പര്യം. ജനാധിപത്യ രാജ്യമാണല്ലോ, കൂടുതൽ നമ്മൾ ചോദിക്കുന്നില്ല. ശരി, നല്ല വെയിലാണല്ലേ? കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. പേരെന്താണ്? അർഫാൻ. ഓക്കെ, ഇത്തവണത്തെ ഇലക്ഷൻ വരാൻ പോവാണെന്ന് അറിയാമല്ലോ. വോട്ട് ചെയ്യോ? വോട്ടുണ്ട്, ചെയ്യും. ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? നമുക്ക് ഓൾറെഡി LDF മുന്നോട്ട് നിൽക്കുന്നത് ആണ്. ഇത്തവണ LDF തന്നെ വിജയിക്കും. പക്ഷെ ആദ്യമായിട്ട് കേരളത്തില് ഇവിടെ 2016 BJP അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. അപ്പൊ ഇത്തവണ BJP വരും അല്പമെങ്കിലും ഒരു ചിന്തയുണ്ടോ? അല്ല, അത് എന്നാലും LDF ആയിരിക്കും. LDF തന്നെയാണ് പ്രവർത്തനങ്ങൾ വെച്ചിട്ട് LDF തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് പറയുന്നത്. ചെയ്യുന്ന കോമാളിത്തരങ്ങളെല്ലാം കാണുന്നുണ്ട് ജനങ്ങള്. എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഓരോ ദിവസവും BJP-ക്കാരെ ഇറക്കുന്ന ഓരോ വീഡിയോ കോമഡി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇപ്പൊ വരുന്ന പുതിയ ആൾക്കാരുകൾ കൂടുതലും എല്ലാം കണ്ടു നോക്കിയൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്കറിയാലോ എന്താണെന്ന്. അറിയാം. കൂടുതലും ഭൂരിപക്ഷം LDF തന്നെയാണ്. അപ്പൊ നമുക്കിതാ ലോയർ ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും വേറെ ആർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുക? പേരെന്താണ്? ആശിറ. അപ്പൊ അറിയാലോ, 2026 ഇലക്ഷൻ ഈ വരുന്ന April 9 വോട്ടിടാൻ പോവോ? എനിക്ക് വോട്ടില്ല. കുഴപ്പമില്ല. വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യായിരുന്നു? LDF-ന് തന്നെ ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ്? ബാക്കി പാർട്ടികൾ ഇനി വരേണ്ട ഒരു മാറ്റം വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്രയും വർഷം നമ്മളെ കേരളത്തിന് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെ ആയിട്ടില്ല. അതെ, ഇനി നമ്മൾ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളം ഇനി കൈവിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് LDF തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് മറ്റു പാർട്ടികൾ വന്നാൽ നമ്മുടെ കേരളത്തിൽ സമാധാനവും സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നില്ല. LDF തന്നെ വരണം. ഓക്കെ, ലാൽ സലാം. നമസ്കാരം ചേട്ടാ, പേരെന്താ? കുട്ടപ്പൻ. ഓക്കെ, ചേട്ടനിപ്പം വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഇത്തവണ ഒരു ഭരണമാറ്റം വേണമെന്നാണോ, അതോ ഇവരുടെ ഭരണത്തിൽ തൃപ്തരാണോ? LDF-ന്റെ ഭരണം വലിയ കുഴപ്പമൊന്നുമില്ല, ന്യായമായിട്ടുള്ള ഭരണം നടക്കുകയാണ്. അതെ,
അപ്പൊ അവര് തന്നെ വരണമെന്നാണ്. അവര് പറഞ്ഞ ആളുകൾക്ക് വയസ്സായവർക്കൊക്കെ ഇപ്പം പെൻഷൻ അതെല്ലാം കൂട്ടിയതുകൊണ്ടൊക്കെ വലിയ ദോഷം. ഒരുപാടധികം പദ്ധതികൾ വീട് വെക്കാനടക്കം എല്ലാത്തിനും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ വരണമെന്ന് വിശ്വസിക്കുന്നു. ശരി, അടിപൊളി. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ? ഓക്കെ. ചേട്ടാ പേരെന്താ? നസീർ. ഇവിടെ തന്നെയാണോ വോട്ട്? നിയമമണ്ഡലത്തിൽ. നിയമമണ്ഡലത്തിലാണ്. ഓക്കെ. അപ്പൊ റെഡിയാണോ വോട്ടൊക്കെ ഇടാൻ? റെഡിയാണ്. ശരി, ആര് വരണമെന്നാണ് ഇത്തവണ ആഗ്രഹം? ശിവൻകുട്ടി തന്നെ വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ? ശിവൻകുട്ടി ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും വേണമെങ്കിലും പോയി കാണാൻ പറ്റുന്ന ഒരു നേതാവാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളാണ്. MLA സ്ഥാനം അല്ലായിരുന്നിട്ട് പോലും നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹം എന്ത് വേണമെങ്കിലും പോയി പറയാം. വളരെയധികം ജനപ്രിയനാണ്. അപ്രോച്ച് ചെയ്യാൻ ഈസിയാണ്. അത് മാത്രമല്ല ഇവിടെ ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ തന്നെയാണ്. ഒരു പ്രാവശ്യം കാറ്റ് മാറി വീശിയെങ്കിലും അതൊരു സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ 2021 ശിവൻകുട്ടി നിലവിൽ വന്നെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ഒരു വോട്ട് BJPക്ക് ഒരു പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാധാന്യമുണ്ട്. ഒരു അപ്പൂപ്പൻ കുറെ നാൾ വീട്ടിൽ കയറി ഇറങ്ങി നടന്നപ്പോൾ പാവപ്പെട്ടവനല്ലേ ഒന്ന് ജയിച്ചു പൊട്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അല്ലാതെ അയാളെടുത്തോ BJPയുടെ അടുത്തോ ഒരു സ്നേഹമൊന്നും ആർക്കും ഈ നാമക്കാർക്കില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുകമറ സൃഷ്ടിച്ച് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ BJP കടന്നു വരാനായിട്ടുള്ള ഭയങ്കരമായ പണ ഒഴുക്കുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ടായിരിക്കാം. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും ഇവിടെ ശിവൻകുട്ടി സഖാവ് തന്നെയാണ് വരേണ്ടത്. അത് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ കോട്ട തന്നെയാണ് നിയമം അന്നും ഇന്നും. അപ്പൊ നമുക്ക് സുടുസുട ചായ ഒക്കെ കുടിച്ചോണ്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? കണ്ണൻ. ഓക്കെ. കണ്ണൻ ഇവിടെ വോട്ടുണ്ടോ? മണ്ഡലത്തിൽ വോട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതുവരെയുള്ള ഭരണത്തിൽ ആള് തൃപ്തനാണോ? ഒരു മാറ്റം വരണം, എന്താണ് മൊത്തത്തില് മനസ്സിൽ? മാറ്റം വരണം. പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ ഒരു പാർട്ടിക്കാരനൊന്നും അല്ല, നിഷ്പക്ഷനാണ് ആള്. വളരെ നല്ല കാര്യം. പിന്നെ ആരാണോ നല്ല മികച്ച വികസനം കാഴ്ചവെക്കുന്ന അവർക്ക് വോട്ടിടണം. തൃപ്തനാണോ ഇതുവരെയുള്ള ഭരണത്തിൽ? ഇതുവരെ ഉള്ളതിൽ കുഴപ്പമില്ല. മാറ്റം വരണമെന്നുണ്ടോ? മാറ്റം വരണം. നല്ല മാറ്റം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വരണമെന്നുണ്ട്. ശരി, ആള് നിഷ്പക്ഷനാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേരെന്താ? ജയേഷ്. ഓക്കെ. വോട്ടുണ്ടോ? വോട്ടിടുവോ? ആർക്ക് വോട്ടിടും? കോൺഗ്രസിനിടും. ശബരിനാഥ് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം അദ്ദേഹം അരുവിക്കര നിന്ന് വിജയിച്ചതായതുകൊണ്ട് ഒരു ജനപിന്തുണ ഇത്തവണ ഉണ്ടോ? കാരണം ഇവിടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയൊന്നും ഇതുവരെ ഇല്ല. ഇത്തവണ അത് മാറുമോ? ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ കോൺഗ്രസ് നിലവിൽ വരണം എന്ന് പറയുന്നത്? കോൺഗ്രസ് നിലവിൽ വന്നാൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷ. അപ്പം LDF സർക്കാർ ഇത്രയും നാൾ ചെയ്ത പ്രവർത്തനങ്ങളിലൊന്നും ഒരു രീതിയിലും തൃപ്തനല്ല. വികസനം ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? അതും ഈ നിയമമണ്ഡലത്തിൽ ഒരുപാടധികം വികസനങ്ങൾ ഉണ്ടായിട്ടില്ലേ? വികസനം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വലിയ വികസനമായിട്ടില്ലല്ലോ. അതല്ലേ ഒന്നാമത്തെ കാര്യം. അതാണ് കോൺഗ്രസ് പറയുന്നത്. അതെ, വികസനം ഉണ്ടെങ്കിൽ വലിയ വികസനമൊന്നും ഇല്ല. അപ്പം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വികസനം വരുമെന്നാണ് നമ്മുടെ ജയശേട്ടൻ വിശ്വസിക്കുന്നത് അല്ലേ? ശരി, നോക്കാം. ചായക്കടയിൽ ചായയൊക്കെ അടിച്ചോണ്ടിരുന്ന ചേട്ടനെ വിളിച്ച് നമ്മളിതാ പുറത്തിറക്കിയിട്ടുണ്ട്. ആള് ഭയങ്കര ജോറായിട്ട് നിൽക്കുകയാണ് ഉത്തരം തരാൻ. ചോദിക്കട്ടെ, പേരെന്താണ്? എന്റെ പേര് അനിൽകുമാർ. അനിൽകുമാർ. ശരി, ഇത്തവണ ഇലക്ഷൻ ഒക്കെ വരികയാണല്ലോ, ആർക്ക് വോട്ട് ചെയ്യും? ആർക്ക് വോട്ട് ചെയ്യാന്ന് എന്റെ ബാല്യ സുഹൃത്ത് ശിവൻകുട്ടി, എന്റെ ബാല്യകാല സുഹൃത്ത് കുമ്മനം രാജേന്ദ്രൻ. രാജേന്ദ്രൻ എന്റെ ബാല്യകാല സുഹൃത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് എന്നെ തോളിൽ തട്ടിയിട്ട് എന്റെ ബാല്യകാല സുഹൃത്താണെന്ന് കുമ്മനം രാജശേഖരൻ നിൽക്കുന്നില്ലല്ലോ. ഇല്ല, ഇദ്ദേഹത്തല്ലേ നിൽക്കുന്നത്. കുമ്മനമല്ല, നമ്മളെ രാജീവ്. അപ്പൊ ആർക്ക് വോട്ട് ചെയ്യും? ആർക്ക് വോട്ട് ചെയ്യുന്ന വെച്ചാൽ എന്റെ കൊച്ചുനാൾ തൊട്ടേ താമരയ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യും. പിന്നെ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശിവൻകുട്ടി സുഹൃത്തല്ലേ. പാർട്ടി വെച്ചാൽ പാർട്ടി നയമില്ല. വ്യക്തികളെ മാത്രം നോക്കി ചെയ്യും. ശരി, എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് തന്നെ വോട്ട് കൊടുക്കും? അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കണ്ടിട്ട്. ഞങ്ങളെ കുടുംബത്തില് 360 വോട്ടുണ്ട്. 360 വോട്ടുണ്ട്. അതെല്ലാം താമരയാണ്. ഈ പ്രാവശ്യം അവിടെ ജയിച്ചു. പള്ളിച്ചൽ വാർഡില് ജയിച്ചിട്ടുണ്ട്. എന്റെ ഒറ്റ ഒരു വാക്കിലാണ് എല്ലാ വോട്ടും അവിടെ മറിഞ്ഞത്. ധാരാളം. ചേട്ടൻ പറയുന്നത് 360 ചേട്ടൻ ഒറ്റ ഒരാള് പറഞ്ഞതിന്റെ പേരിൽ അവര് താമര വിടർത്തി. ഇവിടെ നിയമത്തിലും താമര വിടർത്തുമെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് നോക്കാം. ഒന്നുകൂടെ നോക്കാം. ശരി ശരി, നോക്കാം. പക്ഷെ മോദി എറണാകുളത്ത് വന്നല്ലേ, തൃശ്ശൂർ വന്നു. തൃശ്ശൂർ ഇപ്പം വന്നില്ല, ഇന്നലെ
തൃശ്ശൂർ വന്നു, പാലക്കാട് വന്നു. പക്ഷെ ലാസ്റ്റില് രാജഗോപാലനെ കുമ്മനത്തിന്റെ പേര് പറഞ്ഞില്ല, ലാസ്റ്റില് പറഞ്ഞ് കുമ്മനം ഉണ്ടായിരുന്നു. അന്ന് സുരേഷ് ഗോപി നെളിഞ്ഞ് വണ്ടിയിലുണ്ടായിരുന്നു. പങ്കജ ആര് കണ്ണാന്റെ മോള് ഉണ്ടായിരുന്നു ആ വണ്ടിയില് ഉണ്ടല്ല. കുമ്മനത്തിനെ കണ്ടില്ല. എന്റെ ബാല്യ സുഹൃത്ത് കുമ്മനത്തിനെ കണ്ടില്ല, ഓ രാജഗോപാലിനെയും കണ്ടില്ല. ലാസ്റ്റില് പറഞ്ഞു, മീറ്റിംഗില് പറഞ്ഞു, ഇവർ രണ്ടിലാണ് ഞങ്ങളെ ഇത് ആണ് ഈ വേരെന്ന്. വേറെ ഉറപ്പിക്കും, വേര് ഉറപ്പിക്കണം. നോക്കാം. തിരുമല തൃക്കണ്ണാപുരം റോഡിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഞാൻ ഇതുവഴി വണ്ടി എടുത്ത് പോകാൻ നോക്കിയപ്പോൾ ലിറ്ററലി വന്ന് വീഴാൻ പോകുന്ന രീതിക്കാണ്. ഇത് റോഡൊന്നും അല്ല, ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പൊടിക്കകത്താണ് ഇവിടെയുള്ള മനുഷ്യർ ശരിക്കും ജീവിക്കുന്നത്. വളരെ പതുക്കെ വണ്ടി സ്കിഡാവോ മറിയോ എന്ന് പേടിച്ചാണ് ഇവിടെ ഓട്ടോക്കാരും ചെറിയ വണ്ടികളടക്കം എല്ലാം സഞ്ചരിക്കുന്നത്. ഇപ്പൊ ചെറിയ രീതിയിൽ ഇവിടെ പണികൾ തുടങ്ങി, ചല്ലിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇനിയുള്ള ഇവിടുത്തെ അവസ്ഥ, എന്താണ് ഇവിടെ ജനങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ അറിയാലോ, ഇത്രയും വളരെ പരിതാപകരമാണ്. ഇതുവഴി വണ്ടി പോലും മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ സേഫ് ആയിട്ട് പറ്റുന്നില്ല. ഇവിടെയാണോ താമസിക്കുന്നത്? എൻ്റെ വീട് മലയങ്കിഴ. ശരി ചേച്ചി, ഇപ്പം ഒരു വർഷമായിട്ട് ഇവിടെ ഈ ഒരു അവസ്ഥയിലാണ് റോഡ്. ഇപ്പം ഇതുവഴി ചേച്ചി ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുകയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം വരെയും പോവുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എപ്പോഴാണ് അപകടം വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ചേട്ടാ, എനിക്ക് ഇവിടുത്തെ റോഡിന്റെ ഒരു അവസ്ഥയാണ് അറിയേണ്ടത്. ചേട്ടൻ ഇവിടെ താമസിക്കുന്ന സ്ഥിതിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ. ഒന്ന് പറയാമോ? അല്ല, ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആൾറെഡി റോഡ് ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഷോർട്ട് പീരീഡ് കൊണ്ട് തീരുന്നതല്ല. അത് സമയമെടുക്കും. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓട, പിന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അമ്മാതിരി ഒത്തിരി വർക്കുണ്ട്. ഇതെല്ലാം ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഇതിനെല്ലാം രണ്ട് സൈഡിലോട്ടാക്കി പിന്നെ പുതുതായിട്ട് ഓട കിട്ടി. അപ്പോൾ അതിന് കൊച്ചു ഷോർട്ട് പീരീഡ് കൊണ്ട് വർക്ക് തീരില്ല. മനസ്സിലായി? അതിനൊരു എന്തായാലും തുടക്കം ഇട്ടിട്ടുണ്ട്. തുടക്കമൊന്നുമല്ല, ഏതാണ്ട് ഒരു 70% ആയി കഴിഞ്ഞു. 70% ആയി കഴിഞ്ഞു. ഞാൻ ശരിക്കുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന PW മിനിസ്റ്റർ അവരങ്ങനെയുള്ള ഒരു അഡ്വൈസ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ റോഡ് പണി ചെയ്താലും ആദ്യം ഓട, രണ്ടാമത് റോഡ്. അങ്ങനെ ഞാൻ വായിച്ചതാണ്. അതൊരു നല്ലൊരു പരിപാടിയാണ്. കാരണം ഈ റോഡ് നാശമാവുന്നത് അല്ല, എൻഡിലുള്ള അവിടുന്ന് കുറച്ച് ഇളവി അത് മധ്യത്തിലോട്ട് വന്ന് ഈ റോഡ് പോലെ ഇല്ലാതാവും. അങ്ങനെയാണ് സാറിന് കാണാറുള്ളത്. ഇത് 100% അവിടെയല്ല. പിന്നെ വഴുതക്കാട്, പിന്നെ പട്ടം, വെള്ളമ്പല ആ ഭാഗത്തുള്ള റോഡുകളും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്ത് ഒരു പ്രശ്നം വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ പൂർണ്ണ തൃപ്തനാണ് LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ? LDF സർക്കാരെന്ന പേരിട്ട് വിളിക്കണ്ട എന്ന് വെച്ചാൽ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ല പറയണത്. പിന്നെന്താണ്? നിഷ്പക്ഷ നിലപാടാണ് ചേട്ടൻ. നിഷ്പക്ഷമല്ല, കണ്ട കാര്യം പറഞ്ഞെന്നുള്ളത്. കണ്ട കാര്യം ഞാൻ വിചാരിച്ചു ചേട്ടൻ പാർട്ടി ബേസിസിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ചേട്ടൻ ഇവിടെ പണിതിരിക്കുന്ന ആ റോഡിന്റെ രീതി കണ്ടും അവരുടെ സത്യസന്ധമായിട്ടുള്ള പണി കണ്ടും മാത്രമാണ് ചേട്ടൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ LDFന്റെ പേരില്ല, ഞാൻ കണ്ട കാര്യം പറഞ്ഞെന്നുള്ളത്. അല്ല, ഇത് പണിക്ക് മേധാവിത്വം നയിച്ചിരിക്കുന്നത് നമ്മുടെ LDF സർക്കാരാണല്ലോ. അതാണ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ അല്ല, അങ്ങനെ ഒരു അവർക്കാണല്ലോ പേര്. അപ്പൊ എനിക്ക് പിന്നെ അത് ബൂസ്റ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഒരു പാർട്ടിയിലും ചേട്ടന് പ്രത്യേകമായിട്ടുള്ള ഒരു സംസാരിക്കാൻ താല്പര്യമില്ല. തൃക്കണ്ണാപുരം റോഡിന്റെ സമീപത്ത് താമസിക്കുന്ന ഒരു ആന്റിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, പേരെന്താ? എൻ്റെ പേര് കമല. എവിടെയാ താമസിക്കുന്നത്? ഇവിടെ കൃഷ്ണനഗർ. ഇത് തന്നെ. അപ്പൊ ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. നമ്മളിപ്പം ഓരോ ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആളുകൾ ഇപ്പം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെ അങ്ങ് കരകയറാൻ പോവാണെന്നുള്ളൊരു ആശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ പറയാം, ഇതിൻ്റെ പൊടിപടലങ്ങൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ കൂടെ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ. പറഞ്ഞോളൂ. അത് ഇപ്പം അല്ല, ഇപ്പം തന്നെ ഈ റോഡ് ഇങ്ങനെ ആയത് കുറച്ച് ദിവസത്തിന് മുമ്പ്, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ റോഡാണ്. ചെറിയ റോഡ് അത് കുത്തിയിളക്കി ഇടും. വീണ്ടും ഈ പൈപ്പ് പൊട്ടിയൊക്കെ പോകും, കുത്തിയിളക്കി ഇടും, വീണ്ടും അവർ താറിടും. ഇങ്ങനെയായിരുന്നു. പക്ഷെ അത് ചെറിയ വഴിയായിരുന്നു. ഒരു ബസ്സിന് പോകാനുള്ള വഴി. പിന്നെ അപ്പുറം ഇപ്പുറം ഒന്നും പോകാൻ പറ്റൂല. അങ്ങനെയായിരുന്നു. അപ്പം എന്നും
ഈ കുത്തിയിളക്കി ഇടുമ്പോൾ കുറച്ച് പള്ളം മേട് ഇങ്ങനെയൊക്കെ കാണും. താഴ്ചയുണ്ട് ഉയരമുണ്ട്. അത് ഒരിടത്തിലും നിരന്തരം എന്ന് പറയാനില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അപ്പോൾ അപ്പം നമ്മളെല്ലാം വിചാരിക്കും ഈ റോഡ് ഇനി എന്നാ നന്നാവാൻ പോണേന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് ശേഷം ഇപ്പോഴാണ് 26 ഇടയ്ക്ക് ഇപ്പം വച്ചാണ് ഇങ്ങനെ. പണ്ടെല്ലാം ഒരേ റോഡ് തന്നെ വർഷങ്ങളായിട്ട് കിടന്ന് പാടുപെട്ട് ജനങ്ങൾ വണ്ടി പോവാതെയും എടുക്കാതെയും പാടുപെട്ടതും ഉള്ളത്. എത്ര വർഷമായിട്ട് പ്രശ്നമുണ്ട് ഇത്? ഞങ്ങൾ ഇവിടെ വന്നല്ലോ 10-20 വർഷമാവും. 20 വർഷമായിട്ട് പ്രശ്നമുണ്ട് ഈ റോഡ്. പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും താറിയിടും, പിന്നെയും കുത്തിയിളക്കും, പിന്നെയും ഒരു ബസ്സിന് പോകും. ബസ് അധികം ബസ്സില്ല. ഇപ്പം ഇഷ്ടംപോലെ ബസ് 24 മണിക്കൂറും ബസ്സുണ്ട്. അതുകൊണ്ട് ബസ്സുകൾ പോവാനും വരാനും ഇടയ്ക്ക് സ്കൂട്ടറുകൾ പോകും, വണ്ടികൾ പോകും, ഇതൊക്കെ പോകും. പക്ഷെ ഇപ്പോഴാണ് ഈ റോഡിനെ ശരിയാക്കാനായിട്ട് ഓർഡർ കൊടുത്ത് കാണുമെന്നാ തോന്നുന്നത്. ഏത് ഭരണക്കാരർ വന്നാലും നമ്മൾ സഹകരിച്ചു പോകും. അത് നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം അവർ എങ്ങനെ നോക്കിയാലും നമ്മൾ ജീവിച്ചല്ലേ മതിയാവുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആരായാലും ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ശരി, ഇപ്പം നാളെ ഏത് പാർട്ടി നിലവിൽ ഭരണത്തിൽ വന്നാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയണം. എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് പ്രദേശത്തുള്ള ആവശ്യങ്ങൾ പറഞ്ഞോളൂ. പ്രദേശത്തെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കിടപ്പാടമൊന്നുമില്ല. സ്വന്തമായിട്ട് നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. പിന്നെ സ്ഥലമുണ്ട്, വീട് വെച്ച് തരാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടും അതിനാരും സഹകരിച്ചിട്ടില്ല. അതുള്ളതാണ്, സത്യമാണ്, സഹകരിച്ചിട്ടില്ല. പക്ഷേ സർക്കാരിന് വീട് വെക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ അപ്ലൈ ചെയ്തോ? അത് അപ്ലൈ ചെയ്ത് സ്ഥലവും കിട്ടി. പാപ്പനംകോട് സൈഡ് സ്ഥലവും കിട്ടി. പക്ഷെ ആ വീട് വയ്ക്കാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. പകുതി വഴിയിൽ മുടങ്ങി കിടക്കണം. തൃക്കണ്ണാപുരം റോഡ് സൈഡില് ഒരു പലചരക്ക് കടയുണ്ട്. അവിടുത്തെ ചേട്ടനെ നമുക്ക് ഒന്ന് സംസാരിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ചേട്ടാ, ഇതിന്റെ തൊട്ട് സൈഡിലാണോ താമസിക്കുന്നത്? പൊടിപടലങ്ങളിൽ മുങ്ങിയാണല്ലോ നിങ്ങളുടെ ജീവിതം. അന്തിമഘട്ടത്തിലാണ്. വലിയ പ്രശ്നമില്ലാതെ പോയി. ഇനിയിപ്പം മാക്സിമം ഒരു മാസത്തിനകത്ത് മിക്കവാറും ഓക്കെ ആവും. അപ്പോഴേക്കും ആ പ്രശ്നം തീരും. ശരി, അപ്പൊ ഇതെല്ലാം ചെയ്ത LDF സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? അല്ല, അത് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാരണം വളരെ സ്പീഡപ്പ് ആയിട്ട് ഇപ്പം പണി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഇവിടെ വളരെ സ്പീഡപ്പ് ആയിരുന്നു. ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ 3 ദിവസത്തെ പണിയാണ് ഈ കാണുന്നത്. 3 ദിവസത്തെ വർക്കാണ് ഇത്തിരി സ്പീഡപ്പ് ആയിട്ട് അവർ പഴയ മെറ്റലിനെ മാറ്റി പുതിയ മെറ്റലിട്ട് പൊടിമണ്ണിട്ട്. അപ്പം ഈ സർക്കാർ തന്നെയാണ് നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഇല്ല, ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വന്നാലും പ്രശ്നമില്ല. ആ നിലപാടുകാരനാണ് ഞാൻ. ആര് വന്നാലും നല്ല രീതിയിൽ തീർച്ചയായും നിങ്ങളെ സേവിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആവശ്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായിരുന്ന LDF സർക്കാരിന്റെ ഭരണത്തിൽ വളരെയധികം തൃപ്തരാണ്. ചിലർക്ക് ഭരണമാറ്റം വേണമെന്നും ഒക്കെ ഉള്ളൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. അപ്പം ഇത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു. അപ്പം നമ്മളിപ്പോൾ തിരുമല ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. പേരെന്താ? ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര മടിയാണ് അവരുടെ രാഷ്ട്രീയം പറയാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പറയാനൊക്കെ എന്തോ പേടിയാണ്. ചാപ്പ കുത്തപ്പെടുവോ എന്നൊക്കെയുള്ള കമ്മി കൊങ്കി സംഗീ ഇതൊക്കെ കേൾക്കുന്നുള്ള പേടിയാണ്. ചേട്ടനാ പേടിയൊന്നും ഇല്ലല്ലേ? ഒന്നും പേടിക്കണ്ട. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെ വിലയിരുത്തുന്നു? ആര് ഭരണത്തിലേക്ക് വരണമെന്നാണ് താല്പര്യം? തൃപ്തനാണോ? ഭരണത്തിൽ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും പുതിയതായിട്ട് വരുന്നവരെല്ലാം പിന്നെ അധികാരമോഹികളാണ്. അവർക്ക് കസേരയെ നോട്ടുള്ളൂ. ജനങ്ങളുമായിട്ട് യാതൊരു താല്പര്യമില്ല. അവർക്ക് വോട്ട് കിട്ടാൻ അവരുടെ കാര്യം നടക്കുക, മനസ്സിലാക്കാം. പിന്നെ കഴിഞ്ഞ പാർട്ടി കുറെ ആൾക്കാർക്ക് കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഓരോ അഭിപ്രായങ്ങൾ. ശിവൻകുട്ടി വരുമെന്നാണ് 90% ഉറപ്പിച്ചിരിക്കുന്നത്. ശരി. ലുലു മോളും ടെക്നോ പാർക്കും എല്ലാം ഉള്ള നമ്മുടെ ടെക് സിറ്റി എന്നറിയപ്പെടുന്ന കഴക്കൂട്ടത്താണ് ഞാനിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടം, ടെക്നോ സിറ്റി എന്നറിയപ്പെടുന്ന കഴക്കൂട്ടത്തെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലുലു മോളും ടെക്നോ പാർക്കും UST ഗ്ലോബലും ഒക്കെയാണ്. ഇലക്ഷൻ്റെ ചൂടിത ഇവിടെയും ഒന്ന് പ്രതിഫലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും ഇലക്ഷൻ്റെ ആ ഒരു മത്സരം എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാനായി ഈ മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ UDF സ്ഥാനാർത്ഥിയായി ശരത്ചന്ദ്ര പ്രസാദിനെയാണ് ഇറക്കിയിരിക്കുന്നത്. BJP V മുരളീധരൻ. ഇവരുടെ 3 പേരുടെയും ശക്തമായ
ഒരു പോരാട്ടം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ നമുക്ക് എന്തൊക്കെയായാലും ജനപക്ഷമാണ് അറിയേണ്ടത്, അവരിലേക്ക് നമുക്ക് എത്തിച്ചേരാം. വരും. ഹലോ, പേരെന്താ? എൻ്റെ പേര് അഖിൽ. അഖിൽ, ഓക്കെ. വോട്ടുണ്ട് ഇത്തവണ? ശരി. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണം ഇവിടെ കഴക്കൂട്ടത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കഴക്കൂട്ടത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ടെക്നോ പാർക്ക്, ഈ റോഡ്, അതെല്ലാം വീതി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ലുലു മാളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് റോഡും എല്ലാം നമുക്ക് സൗകര്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭരണത്തിൽ സന്തുഷ്ടനാണ്. ഇനി ആ പാർട്ടി തന്നെ വരണമെന്ന് തന്നെയാണോ ആഗ്രഹിക്കുന്നത്? ചേട്ടാ, ഇലക്ഷൻ വരുമല്ലേ 9 ഏപ്രിൽ. കുറേയധികം നാളായിട്ട് LDFന്റെ ഒരു കോട്ട തന്നെയാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ അത് മാറുമോ അതോ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നിലവിൽ വരുമെന്നാണോ? എന്തുകൊണ്ടാണ് മാറുമെന്ന് പറയുന്നത്? ഈ 10 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായി അത് ജനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഈ 10 വർഷം ജനങ്ങളുടെ സ്വൈര ജീവിതം തന്നെ കഷ്ടത്തിലായി. ആ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കാരണം ഈ അമ്പലം അറിയാമല്ലോ, ശബരിമല കേസ് അത് വളരെയധികം എഫക്റ്റ് ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP വരുമെന്നാണോ? BJP വരും. കേന്ദ്രമല്ല, ഇവിടെ വരും. കഴക്കൂട്ടത്ത് BJP ചെയ്യും. അപ്പൊ ചേട്ടന് ഉറപ്പായിട്ടും BJP തന്നെ വരണമെന്നാണോ ആഗ്രഹം? ആണ്. വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇവിടെ BJP ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വരാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം UDF ഒരു രീതിയിലെ ചാൻസും ഇല്ല. ചാൻസ് ഇല്ല. BJP വരത്തുള്ളൂ. ശരി, ഉറപ്പായിട്ട് ഇവിടെ BJP തന്നെ ഭരണത്തിൽ വരും എന്നാണ് ചേട്ടൻ പറയുന്നത്. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ഗൗതം. എന്ത് ചെയ്യുന്നു ഗൗതം? ഞാൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാം. ഓക്കെ. അപ്പം യുവാവാണല്ലേ? ആ ഒരു ചോരത്തിളപ്പൊക്കെ കാണുമല്ലോ. വോട്ട് ചെയ്യുമ്പോഴും അത് കാണുമല്ലോ. ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്? വോട്ടിപ്പോ ഓരോ സ്ഥലത്ത് ഓരോ നിൽക്കുന്ന ആൾക്കാർക്ക് വെച്ചിട്ടായിരിക്കും. മുഖം നോക്കിയാണോ വോട്ട് ഇടുന്നത്? പാർട്ടിപരമായിട്ടുള്ള ഒരു ചായവില്ല. പാർട്ടിപരമായിട്ട് ഇതുവരെ ഒരു ചരിവ് പോലെ ഇല്ല. അവിടെ നിൽക്കുന്ന ആളുടെ മുൻപേ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട്. ഇലക്ഷൻ ഇത്തവണ വരാൻ പോവല്ലേ? എങ്ങനെ നോക്കി കാണുന്നു? എങ്ങനെ നോക്കി കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഭരണം വരണം, അതിനനുസരിച്ചുള്ള വികസനം വരണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുവരെയുള്ള ഭരണത്തിൽ തൃപ്തനല്ല എന്ന്? തൃപ്തനല്ല എന്നല്ല, പുതിയ ഭരണങ്ങൾ വരുമ്പോഴത്തേക്കിന്റെ അനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും വ്യത്യാസം വരുന്നുണ്ട്. ശരി. അപ്പൊ ഇപ്പോ നിലവിൽ കുറച്ചധികം വികസന പദ്ധതികളൊക്കെ ഇവിടുത്തെ LDF സർക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്നൊരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള പേടിയില്ല? ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. ആരാണോ കഴിവുള്ളവര് അവര് വന്നിട്ട് പുതിയ പുതിയ വികസനം വരണം. ശരി, ഒരു മാറ്റം അതെപ്പോഴും ആവശ്യമാണല്ലോ. ശരി. ബാക്കി മറ്റു പാർട്ടിക്കാർ വന്നാൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇവിടെ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവിടുത്തെ പല ജനങ്ങളും. അവർക്കത് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇത് പാളിപ്പോകാം, ചിലപ്പോൾ വലിയ രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എന്ത് തന്നെയാലും നമുക്കറിയില്ല, നോക്കിയിരുന്ന് കാണാം. നമുക്കിതാ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന്, കഴക്കൂട്ടം ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, പേരെന്താണ്? സഫി. ഓ, ഭയങ്കര വെറൈറ്റി നെയിമാണല്ലോ. ചേട്ടാ, ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണെന്ന് അറിയാലോ, ഏപ്രിൽ 9 എങ്ങനെ നോക്കി കാണുന്നു ഇത്തവണത്തെ ചൂടുള്ള ഒരു ഇലക്ഷൻ? കുറേയധികം ആൾക്കാർ ഭരണമാറ്റം വേണം, എന്തൊക്കെ വികസനം കൊണ്ടുവരണം എന്ന് അറിയണം എന്നൊക്കെ പറയുന്നു. കുറേയധികം ആൾക്കാർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് LDF ഗവൺമെന്റിൽ, അവർ തന്നെ വരട്ടെ എന്ന് പറയുന്നത്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി തന്നെ വരണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇല്ല. എന്തുകൊണ്ടാണത്? കാരണം സർവത്ര സാധനത്തിനും വില കൂടുതൽ, എല്ലാത്തിനും. ഞാൻ ആട്ടോയാണ് ഓടിക്കുന്നത്. ആട്ടോയുടെ എന്ന് പറഞ്ഞാൽ ഓരോ പണിക്ക് പോയാൽ അത് പണ്ട് 10 രൂപയ്ക്ക് പണി ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ 100 രൂപയ്ക്കാണ് പണി ചെയ്യുന്നത്. സെൻട്രലിൽ നിന്ന് GSTയുടെ ചാർജസ് എല്ലാ ഇതും. അപ്പൊ വേറെ പാർട്ടി മാറിയതിലൊക്കെ മാറ്റം വരും നമുക്ക് വരും ചാൻസ് ഉണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, പരിചയപ്പെടാം. പേരെന്താണ്? ബിപിൻ. എന്ത് ചെയ്യുന്നു? മേശരി പണിയാണ്. ഓക്കെ ചേട്ടാ, ഇലക്ഷൻ വരാൻ പോയാണ്. വോട്ടിടോ? ആർക്ക് വോട്ടിടും? എന്തുകൊണ്ട്? എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു അദ്ദേഹം? പിന്നെ നമ്മുടെ അമ്പലത്തിങ്കര റോഡിന്റെ പണിയെല്ലാം കാറ് ചെയ്യുന്നുണ്ട്, എല്ലാം സൗകര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാം സഹായം ചെയ്യുന്നുണ്ട്. എന്റെ കാര്യം പറഞ്ഞാലും സഹായിച്ചു തരും, വിളിച്ചു പറഞ്ഞാൽ അപ്പൊ ചെയ്തു. ശരി, അപ്പം വളരെ സംതൃപ്തനാണ് LDF സർക്കാരിന്റെ ഈ ഒരു കിട്ടണം. LDFനെ കിട്ടണം. ഇവിടുത്തെ ഭരണത്തിനെ ഇപ്പൊ എങ്ങനെ നോക്കി വിലയിരുത്തി കാണുന്നു? അത്ര കുഴപ്പമൊന്നുമില്ല. ഇവിടെ പോകുമ്പം സാധനം തിന്നാം, വീട്ടിൽ പോവാം, കിടന്നുറങ്ങാം. ഇവിടുത്തെ ഭരണ രീതികളെ കുറിച്ചൊക്കെ എന്താണ്?
ഭരണരീതി ഇതിനത്ര പൊളിറ്റിക്സിന്റെ അകത്തോട്ട് പോയി നോക്കാറില്ല. ഇല്ല. അപ്പോൾ ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. 18 വയസ്സായി. ആർക്ക് വോട്ട് ചെയ്യും? എന്തായാലും ഒരാൾക്ക് വോട്ട് കൊടുത്തേ പറ്റൂ. LDF, UDF, BJP ആർക്ക് വോട്ട് ചെയ്യും? റാൻഡം ആയിട്ട്. UDF. വൈ? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അവര് കാണുമ്പോൾ തന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആളുടെ ഒരു ഇതാണ്. അല്ല, ഇവിടുത്തെ ലോക്കൽ ഇലക്ഷൻസിന്റെ കാര്യം ലോക്കൽ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയെ മുന്നിൽ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ആള് ഒരു പക്ക രാഹുൽ ഗാന്ധി ഫാനാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ആള് കോൺഗ്രസിന് മാത്രമേ വോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി. ഓൾ ദി ബെസ്റ്റ്.